ദേ നോക്കിയേ, കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അമ്പഴങ്ങയുടെ മീതെ ഒരു ചെറിയ ബ്ലാക്ക് കളർ കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്പി ഒന്ന് ജസ്റ്റ് നഖത്തുകൊണ്ട് ഒന്ന് കോറി കഴിഞ്ഞപ്പോൾ ആ ബ്ലാക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേ പുതിയൊരു സ്ക്രബ്ബർ എടുത്തിട്ട് അത് ചെറിയൊരു പീസാക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചപ്പോൾ ആ ബ്ലാക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാരണം ഫ്രഷ് ആയി തന്നെയാണ്. ഈ മഴ കൂട്ടി പിടിച്ചപ്പോഴാണ് അങ്ങനെ ഒരു കളർ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാതും അതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, ആ അഴുക്ക് ഒന്ന് പോയതാണ്. വീണ്ടും നന്നായി വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളം വാലാൻ വെച്ചു. അതിനുശേഷം തുടച്ച് പേപ്പറിൽ അവിടെ മേശപ്പുറത്ത് വിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉപ്പിലിടാനുള്ള വെള്ളമാണ് തിളപ്പിച്ചെടുത്തത്. അതിലേക്ക് തിളച്ച് വന്നപ്പോൾ 1/4 കപ്പോളം കല്ലുപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് അത് നന്നായി തിളച്ചപ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മൾ ഏതൊരു വസ്തു ഉപ്പിലിടാണെങ്കിലും ആ വസ്തു മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം നമുക്ക് വേണം. അതിന് കണക്കാക്കിക്കൊണ്ട് വേണം വെള്ളം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളം ഒന്ന് ഓഫ് ചെയ്തിട്ട് 1/4 ഭാഗം ആറാനായിട്ട് വെച്ചു. 1/4 ഭാഗത്തോളം ചൂട് വേണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെള്ളം 1/4 ഭാഗം ചൂടാറിയിട്ടുണ്ട്. അത്ര മൂത്തതല്ലാന്ന് കാണിക്കാനാണ് ഞാൻ ആ മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല മൂത്തത് ഞാറ് പിടിച്ചിട്ടുണ്ടാവും, അത് ഉപ്പിലിടാനായിട്ട് കൊള്ളില്ല. ഈ ഒരു സ്റ്റേജിലുള്ളതാണ് ഉപ്പിലിടാൻ നല്ലത്. അപ്പോൾ നമ്മുടെ 1/4 ഭാഗത്തോളം ചൂടുള്ള അതേ പാത്രത്തിലേക്ക് നമ്മുടെ അമ്പഴങ്ങയും പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാന്താരി മുളകുണ്ടായിരുന്നു, അതും കൂടെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നാണ്, അതും ചേർത്ത് കൊടുത്തു. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ അമ്പഴങ്ങയുടെയും മുളകിൻ്റെയും ഞെട്ടറ്റം വീഴാതെ വേണം ഉപ്പിലിടാനായിട്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള ഗ്ലാസ് ഭരണികളിലേക്ക്, ഗ്ലാസ് ജാറുകളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ശ്രദ്ധിക്കണം. തവിയാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം, നമ്മുടെ കയ്യിലാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ശരിക്കും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത പാത്രങ്ങൾ വേണമെന്ന് പറയില്ലേ, അതാണ് എപ്പോഴും ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ടിപ്സ്. എന്നിട്ട് ഇതാ 2 പാത്രങ്ങൾ ആക്കിയിട്ട് വേണ്ടി വന്നു എനിക്കിത് ഇടാനായിട്ട് അവസാനം മീതെ വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കാവുന്ന തരത്തിൽ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇത് ഇനി ജാറ് അടച്ചു വെക്കാം കേട്ടോ. ഉപ്പ് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ജാസ്തി ആയിരിക്കണം. കാരണം ഈ അമ്പഴങ്ങ ഉപ്പ് പിടിച്ചെടുക്കേണ്ടതാണല്ലോ, അതിന് കണക്കാക്കിയിട്ടുള്ള അത്രയും ഉപ്പ് വല്ലാതെ ജാസ്തി ആവണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമുക്ക് ഇത് ഭദ്രമായിട്ട് മൂടിയിട്ട് ഒരു ഭാഗത്ത് വെക്കാം. ഏകദേശം 1 മാസം ആണ് കണക്ക്, അല്ലെങ്കിൽ ഒരു 20 ദിവസം മസ്റ്റായിട്ടും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ശേഷം നമുക്ക് അച്ചാറിടാനായിട്ട് ഇതിൽ നിന്നും അമ്പഴങ്ങ എടുക്കാം, അല്ല ഉപ്പിലിട്ടതായാലും കഴിക്കാം. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്.